ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഒരുങ്ങുന്നു. ഈ മാസം 31 വരെയാണ് അനുവദിച്ച സമയം. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. എന്നാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ബാങ്കുകളിലും പിൻവലിച്ച നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് CBO അറിയിച്ചു. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ നോട്ടുകൾ കൈവശമുള്ളവർ അത് മാറ്റി വാങ്ങേണ്ടതാണ്. ഇപ്പോൾ നിലവിലുള്ളതുമായാണ് ഇവ മാറ്റേണ്ടത്. അതായത് അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കില്ല. അതേസമയം ഈ മാസം 31 വരെ ഇവ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകില്ല. വിനിമയവും നടത്താം. മാറ്റിവാങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമാകും ഈ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് നിയമവിരുദ്ധമാകുന്നതെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ കൂട്ടിച്ചേർത്തു. രണ്ടാമത് എഡിഷൻ സമാഇൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഡിസ്കവർ സമാഇൽ പദ്ധതിക്ക് തുടക്കം. സമാഇൽ വിലായത്തിന്റെ വിവിധ വിഭാഗങ്ങളിലൂടെയുള്ള കൂട്ടനടത്തം പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. സമാഇൽ കോട്ടയിൽ നിന്നും ആരംഭിച്ച നടത്തം വിലായത്തിലെ പ്രധാന വിനോദ പൈതൃക കേന്ദ്രങ്ങൾ, ചരിത്ര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മുതിർന്നവർ ഉൾപ്പെടെയുള്ള വിവിധ പ്രായക്കാർ കൂട്ടനടത്തത്തിന് ആവേശമായി അണിനിരക്കുന്നുണ്ട്. സർക്കാർ, സ്വകാര്യ, കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തത്തോടെ നടക്കുന്ന സമാഇൽ ഫെസ്റ്റിവൽ ഡിസംബർ 13 വരെ നീണ്ടുനിൽക്കും. സാംസ്കാരികം, വിനോദം, വിനോദസഞ്ചാരം, കായികം, ഇന്നൊവേഷൻ എന്നീ മേഖലകളിലായി 14ലധികം വൈവിധ്യമാർന്ന പരിപാടികളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക, സാമൂഹിക, കായിക പരിപാടികളിലൂടെ ആകർഷണം വർദ്ധിപ്പിക്കുകയും പ്രദേശത്തിനകത്തും പുറത്തും നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം സമായിലിന്റെ സാമ്പത്തിക നിക്ഷേപ സാധ്യതകൾ പ്രദർശിപ്പിക്കുക എന്നതാണ് ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നത്. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഡിസംബർ 23 മുതൽ ജനുവരി 21 ഖുറം നാച്ചുറൽ പാർക്ക്, അമ്രാത്ത് പബ്ലിക് പാർക്ക്, നസീം പബ്ലിക് പാർക്ക്, അൽഹൈൽ ബീച്ച്, വാദി അൽ ഖൗദ്, ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ എന്നിവയുൾപ്പെടെ തലസ്ഥാനത്തുടനീളമുള്ള 1ലധികം വേദികളിലാണ് ഇപ്രാവശ്യം ഫെസ്റ്റിവൽ നടക്കുക. 700ലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശനം ഇത്തവണയുണ്ടാകും. ഖുറം നാച്ചുറൽ പാർക്കിൽ ഫ്ലവർ ഷോയും ഫുഡ് ഫെസ്റ്റിവലും നടക്കും. ഡ്രോൺ ലൈറ്റ് ഷോകൾ, ലേസർ ഡിസ്പ്ലേകൾ, കുതിരസവാരി തുടങ്ങിയ ഇവന്റുകൾ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കും. ഫുഡ് ഫെസ്റ്റിവൽ, വിവിധ രാജ്യങ്ങളിലെ എംബസികൾ പ്രതിനിധീകരിക്കുന്ന പവലിയൻ തുടങ്ങി ചില ജനപ്രിയ പരിപാടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെ ഈ വർഷത്തെ ഫെസ്റ്റിവലിന് ചില പുതിയ സവിശേഷതകളുണ്ടാകും. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിൽ കോമിക് ബുക്കുകൾ, ഗെയിമുകൾ, സിനിമകൾ തുടങ്ങിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. സിനിമ, സാഹിത്യം, ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ നിന്നുള്ള ഒരു കൂട്ടം സെലിബ്രിറ്റികളും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ബോർഡ് ഗെയിമുകൾ, മത്സര റൗണ്ടുകൾ എന്നിവയുമുണ്ടാകും. ഡിജിറ്റൽ ആർട്ട് എക്സിബിഷനുകൾ, ലൈവ് ഡ്രോയിങ്ങുകൾ, കോമിക് ബുക്ക് സാഹിത്യത്തെയും വിവിധ ജനപ്രിയ സംസ്കാരങ്ങളെയും കുറിച്ചുള്ള വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ എന്നിവയും ഇവന്റിൽ പ്രദർശിപ്പിക്കും. കുട്ടികൾക്ക് ആവേശം പകരാൻ വാർണർ ബ്രദേഴ്സ് കഥാപാത്രങ്ങൾ ഇപ്രാവശ്യം മേളയുടെ ഭാഗമായിട്ടുണ്ടാകും. അതേസമയം തത്സമയ പ്രകടനങ്ങളോടെ മുഴുവൻ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ അവതരണം. ഭക്ഷണപ്രേമികൾക്കായുള്ള ഭക്ഷ്യമേള ഖുറം നാച്ചുറൽ പാർക്കിലായിരിക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിന് ടൂറിസ്റ്റ് പ്രൊജക്ടുകൾ, കാറ്ററിംഗ്, ഇവന്റ് സേവനദാതാക്കളിൽ നിന്നും മുനിസിപ്പാലിറ്റി ബിഡുകൾ ക്ഷണിച്ചിട്ടുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി സിപ്പ് ലൈനിംഗ്, മൗണ്ടൻ ബൈക്കിംഗ്, ഓഫ് റോഡ് വെഹിക്കിൾ ചലഞ്ചുകൾ, ഹൈക്കിംഗ് ട്രയലുകൾ എന്നിവയ്ക്കും വാദി അൽ ഖൗദ് വേദിയാകും. ബീച്ച് ഫുട്ബോൾ, വോളിബോൾ, ഫയർ പെർഫോമൻസ് എന്നിവ അൽ ഹദീദ് ബീച്ചിലും നടക്കും. പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വെബ്സൈറ്റുകളെക്കുറിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. നിരവധി വ്യാജ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും അപേക്ഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും
സേവനങ്ങൾക്കും അപ്പോയിന്റ്മെന്റിനും അധിക ചാർജുകൾ ഈടാക്കുന്നതായും മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. www.indiapassport.org, www.onlinepassportindia.com, www.passportindiaportal.in, www.passportindia.in, www.passportseva.in, www.applypassport.org തുടങ്ങിയവ വ്യാജ വെബ്സൈറ്റുകളിൽ ഉൾപ്പെടുന്നു. ഇവ .org, .in, .com എന്നീ ഡൊമെയ്നിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കും അപേക്ഷിക്കുന്ന എല്ലാ പൗരന്മാരോടും മേൽ സൂചിപ്പിച്ച വ്യാജ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പണമടക്കുകയോ ചെയ്യരുതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.passportindia.gov.in ആണ്. അപേക്ഷകർക്ക് ഔദ്യോഗിക മൊബൈൽ ആപ്പായ പാസ്പോർട്ട് സേവ ആൻഡ്രോയിഡ്, iOS ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.